ദിവസങ്ങളായി നമ്മൾ കാത്തിരുന്നൊരു പോസിറ്റീവ് വാർത്തയാണ്. പക്ഷേ അത് അങ്ങനെയല്ല ഇപ്പോൾ വരുന്നത്. പാരീസ് ഒളിമ്പിക്സ് ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ടിന് മെഡലില്ല. അയോഗ്യത ചോദ്യം ചെയ്തുള്ള വിനേഷിന്റെ അപ്പീൽ കായിക തർക്ക പരിഹാര കോടതി തള്ളി. നിയമപോരാട്ടം തുടരുമെന്നാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. വിനേഷ് ഫോഗട്ടിനെ കൈവിട്ട കോടതിയും ഫൈനലിന് മുമ്പ് അയോഗ്യയാക്കിയ നടപടി റദ്ദാക്കണമെന്നും വെള്ളി മെഡൽ അനുവദിക്കണമെന്നുമുള്ള വിനേഷിന്റെ ആവശ്യം കായിക തർക്ക പരിഹാര കോടതി തള്ളി. 7-ാം തീയതി വിനേഷ് ഫോഗട്ട് നൽകിയ അപേക്ഷ തള്ളുന്നു. ആർബിട്രേറ്റർ ഡോക്ടർ അനബെല്ല ബെന്നറ്റിന്റെ ഒറ്റവരി ഉത്തരവ്. എന്തുകൊണ്ട് തീരുമാനമെന്ന വിശദമായ ഉത്തരവ് പിന്നീട് കോടതി പരസ്യപ്പെടുത്തും. 50 കിലോ ഫ്രീ സ്റ്റൈൽ ഫൈനലിന് മുമ്പ് നടത്തിയ ഭാരപരിശോധനയിൽ 100 ഗ്രാം കൂടുതൽ കണ്ടെത്തിയതോടെയാണ് വിനേഷിനെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അയോഗ്യയാക്കിയത്. ഗുസ്തി ഫെഡറേഷന് നിയമപ്രകാരം അയോഗ്യയാക്കപ്പെട്ട താരത്തിന് മെഡലിന് അർഹതയില്ല. ഒപ്പം മത്സരത്തിലെ അവസാന സ്ഥാനക്കാരിയായി രേഖപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ പ്രിലിമിനറി റൗണ്ടിന് ഇറങ്ങുമ്പോൾ തനിക്ക് നിയമപ്രകാരമുള്ള ഭാരമാണ് ഉണ്ടായിരുന്നതെന്നും വെള്ളി മെഡലെങ്കിലും അനുവദിക്കണമെന്നുമായിരുന്നു വിനേഷ് വാദിച്ചത്. എന്നാൽ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന ഗുസ്തി ഫെഡറേഷനും 2 വെള്ളി മെഡൽ അനുവദിക്കുക പ്രായോഗികമല്ലെന്ന് IOCയും കോടതിയിൽ നിലപാടെടുത്തു. വിനേഷ് ഫോഗട്ടിന്റെ കാര്യത്തിൽ നിയമപോരാട്ടം തുടരുമെന്നും ഗുസ്തി നിയമങ്ങളിൽ ആഴത്തിലുള്ള പരിശോധന വേണമെന്നും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ PT ഉഷ പറഞ്ഞു. ഒളിമ്പിക്സിന് ശേഷം ശനിയാഴ്ച വിനേഷ് ഇന്ത്യയിൽ തിരിച്ചെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. തിരിച്ചടിക്ക് പിന്നാലെ വിനേഷ് അന്താരാഷ്ട്ര ഗുസ്തിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. കേസിലെയും കരിയറിലെയും ഭാവി പരിപാടികളെക്കുറിച്ച് വിനേഷിന്റെ പ്രഖ്യാപനം അന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒളിമ്പിക്സ് ഡെസ്ക് 24.